ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഗായ്സ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ GTA 5 ആണ്. GTA 5 നമ്മൾ ഫ്രാങ്ക്ലിനായിട്ട് കളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ 10K ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഇവിടുന്ന് പോവുകയാണ് ഗായ്സ്. നമ്മൾ ഈ വീട് വിട്ട് പോവുകയാണ്. ഈ വീട് ആക്ച്വലി നമ്മൾ സെല്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു പുതിയ തുടക്കത്തിൽ നമുക്കൊരു പുതിയ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി. ഈ വീട്ടിൽ നമ്മൾ ഒത്തിരി നാളായി താമസിക്കാൻ തുടങ്ങി ഗായ്സ്. അപ്പോൾ എന്തായാലും ഒരു പുതിയ വീട്ടിലോട്ട് പോവാം, അതാണ് ഞാൻ കരുതിയേക്കണേ. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുളിക്കാം. എന്തായാലും ആദ്യം തന്നെ ഒന്ന് കുളിച്ചേക്കാം. കുളിയൊക്കെ കഴിഞ്ഞത് നമുക്കൊന്ന് ചാട്ടം ചാടിയേക്കാം. ഇയാളെന്താ ചാടാത്തത്? കുറേ ദിവസമായല്ലോ ഇവിടെ ചാടാലും നിർത്തിയത്. പണ്ടൊക്കെ നന്നായി ചാടുമായിരുന്നു, ഇപ്പോൾ ചാട്ടമൊന്നുമില്ല. അത് നനഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചാടാത്തത്. അപ്പോൾ നമുക്കൊന്നും കുഴപ്പമില്ല. നമുക്ക് നേരെ പോയി ഡ്രസ്സൊക്കെ മാറാം. നമുക്ക് പുറത്തൊരു വണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെ മൈക്കിളിൻ്റെ വീട്ടിൽ പോകണം. മൈക്കിൾ രാവിലെ എന്നെ വിളിച്ച് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം ഗൈസ്. ഓക്കെ കഴിച്ചു, നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. കുളിയും കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി. നമുക്ക് ഇനി പുറത്തോട്ട് പോകാം. നമ്മുടെ വണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ ഇവിടുന്ന് പോകാമെന്ന് ഉദ്ദേശിച്ച് നമ്മൾ പുതിയൊരു വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഈ വീട് വിട പറഞ്ഞ് പോകേണ്ട വരും. എന്ന് വെച്ചാൽ ഈ വീട് അടിപൊളി വീടൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്കൊരു പുതിയ ചോപ്പിനെ കൊണ്ടുപോകണമല്ലോ. ചോപ്പ് എന്തിനാ? ചോപ്പിനെ പിന്നെ ഒന്ന് എടുക്കാം. പുള്ളിക്ക് ഇവിടെ സ്വന്തമായിട്ട് വീടൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടുത്തെ കൂടൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പുള്ളി ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് പുള്ളിനെ പിന്നെ ഒന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വണ്ടി. ഇത് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഓഫ് റോഡ് പോയൊരു വണ്ടിയാണ് ഗൈസ്. നമ്മുടെ ടൊയോട്ട ലാൻഡ് ക്രൂസർ ഉണ്ടല്ലോ V8, അതിൻ്റെ കംപ്ലീറ്റ്ലി ഓഫ് റോഡ് എഡീഷനാണ്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഈ വണ്ടിയുടെ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിൽ പോവാം. ഇത് ചോപ്പ് ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ ഇവനെങ്ങോടാ? ചോപ്പ് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കാണാറിറങ്ങിയതാണെന്ന് തോന്നുന്നു. പുള്ളി അവിടെ നിൽക്കുന്നു. ഇവനാരെ പുറത്തിറക്കി വിട്ടേ? ഒരു സെക്കൻഡ് ഗൈസ്. എടാ അകത്തോട്ടോ. ജസ്റ്റ് ഒന്ന് അന്വേഷിക്കും. ഇങ്ങനെ ചോപ്പൊക്കെ വരുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കണേ ഗൈസ്. പക്ഷേ ഞാൻ അങ്ങനെ ചോപ്പ് അങ്ങനെ ഇറങ്ങി വന്നെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മൈക്കിളിൻ്റെ ഉള്ളിലോട്ട് പോവാം. മൈക്കിളോട് എന്തോ സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതാ മാൻഷൻ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമ്മളപ്പോൾ പുതിയ വീട്ടിലോട്ട് എന്തായാലും മാറുവാണ്. അപ്പോൾ നമുക്ക് മൈക്കിളിനെ പോയി കണ്ടാൽ നമുക്ക് കാര്യം മനസ്സിലാവില്ല. അപ്പോൾ ഒട്ടും മൈക്കാൽ നമുക്ക് നേരെ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മളിത് മൈക്കിളിൻ്റെ വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ. മൈക്കിളിത് ഇവിടെയാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കണം നമ്മുടെ പുതിയ മാൻഷൻ. മൈക്കിളാണ് മാൻഷനൊക്കെ സെറ്റ് ചെയ്യണത്. ഓക്കെ, ജിമ്മിയൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് ഗേറ്റ് ഇടിച്ച് പൊളിക്കേണ്ടാവില്ല. ഗേറ്റ് ക്ലിച്ചായിട്ട് കിടക്കണം, അതുകൊണ്ട് കുഴപ്പമില്ല. അതെ, മൈക്കിളവിടെ ബിംബം പോലെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും വണ്ടി എവിടെയെങ്കിലും നൈസായിട്ടൊന്ന് പാർക്ക് ചെയ്തിടാം. ഇത് ഫുള്ള് ഇപ്പോൾ ഓഫ് റോഡ് വണ്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ. നമ്മുടെ ഒരു ടൊയോട്ട ഫോർച്യൂണർ ഓഫ് റോഡർ ഉണ്ട്. ഇന്നലെ നമ്മൾ ട്രിപ്പ് പോയ നമ്മുടെ Audi R8 ഇതൊക്കെ കംപ്ലീറ്റ് കസ്റ്റം വണ്ടികളാണ് ഗൈസ്. അപ്പോൾ അത് ഭയങ്കര റെയർ വണ്ടികളാണ്. ഇതൊന്നും നമുക്ക് അങ്ങനെ ചുമ്മാ കിട്ടുന്ന വണ്ടികളല്ല. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് മൈക്കിളിൻ്റെ അടുത്ത് പോയി ചോദിക്കുക കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഹലോ മൈക്കിൾ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഓക്കെ ഗൈസ്, നമ്മുടെ മൈക്കിൾ നമ്മളോട് പറഞ്ഞിരിക്കണം നമുക്ക് പുതിയ മാൻഷൻ മേടിക്കാനുള്ള പൈസ മൈക്കിളിൻ്റെ ബാഗിലുണ്ടെന്നാണ് മൈക്കിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് പുതിയ മാൻഷൻ പൈസ കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റുഡിയോ വരെ പോകണം. അവിടെയാണ് നമ്മുടെ പഴയ വീടിൻ്റെ എന്ന് വെച്ചാൽ പുതിയ വീടിൻ്റെ ഓണർ ഇരിക്കുന്നത്. ആ പുള്ളി തന്നെയാണ് നമ്മുടെ പഴയ വീട് മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് പൈസ കൊടുക്കാം, വീട് മേടിക്കാം, തിരിച്ചു പോരാം. ഓക്കെ, അപ്പോൾ പുതിയ മാൻഷൻ നമ്മളെ പൈസ അങ്ങോട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ പഴയ മാൻഷന് വലിയ വിലയൊന്നും കിട്ടിയില്ല പഴയതായതുകൊണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടൊയോട്ട തന്നെ എടുക്കാം ഗൈസ്. അല്ലെങ്കിൽ നല്ലൊരു വണ്ടി ഇല്ല കേട്ടോ. നമുക്കൊരു നല്ലൊരു വണ്ടി മേടിക്കാം. നല്ലൊരു ഓഫ് റോഡ് അല്ലാത്തൊരു വണ്ടി, കാർ എന്തെങ്കിലും മേടിക്കണം. ഓക്കെ, നമുക്കപ്പോൾ നേരെ കയറി വണ്ടി കയറാം. മൈക്കിളോടെ മൈക്കിളിതേ വന്നുള്ളൂ. ഓക്കെ, മൈക്കിളിതേ ഓടിച്ചാടി വന്നുണ്ട്. ഇയാൾ ബാക്കിലായിരിക്കുള്ളൂ എന്നുണ്ട് കേട്ടോ. കറങ്ങി ഇയാൾ കൊള്ളാലോ. ഇവിടെ നിന്ന് ഐസായിട്ട് കയറിയാൽ മതിയായിരുന്നു. ഒരു കള്ളമ്മനുണ്ടല്ലോ. ഇത് ആരാണത്? ഒരു സെക്കൻഡ് ഇട്ട് ഗൈസ്, ഇവനെന്താ ഉദ്ദേശം ഇവൻ്റെ? ഓക്കെ, ഇവനല്ലേ ഇവനെന്തോ ഉടായിപ്പുണ്ട് കേട്ടോ ഗൈസ്. ഒരു സെക്കൻഡ് കേട്ടോ, നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യണം. എന്താ ചെയ്യാൻ പോകണേ നോക്കട്ടെ കേട്ടോ. ഇവരെന്തോ എനിക്ക് വണ്ടി അതെ, വണ്ടി മോഷ്ടിക്കുകയാണ് ഗൈസ്. നമ്മുടെ നൈസായിട്ട് അവനിവിടെ ആളുള്ളത് കണ്ടില്ലേ പൊട്ടൻ. നമുക്കൊരു സെക്കൻഡ് വണ്ടി ഇട്ടിക്കുകയാണെങ്കിൽ അവനെ തീർക്കും ഞാൻ. തീർന്നു അവൻ തീർന്നു. അവനെ തീർത്തിട്ടുണ്ട് ഗൈസ്. അവനെ ഞാൻ തലയടിച്ച് പൊളിച്ചിട്ടുണ്ട്. ആ വണ്ടി ഹോൺ അടിച്ച് കുറച്ച് ഇറങ്ങി നിന്നോളും. അപ്പോൾ അത് തീരുമാനമായിട്ടുണ്ട്. പുള്ളി ചോദിച്ചു മേടിച്ചാണ് ഗൈസ്. അപ്പോൾ നമുക്കൊന്നും പറയാനില്ല കാര്യത്തിൽ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആളുടെ അടുത്ത് പോയി നമുക്ക് പൈസയൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിതേ ഇവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആളിവിടെ വെയിറ്റിംഗ് ഉണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത്. നമുക്ക് നേരെ പോയി ഇങ്ങോട്ട് സംസാരിച്ച് നോക്കാം എന്താ സംഭവം എന്ന്. അപ്പോൾ എത്ര രൂപയാണെന്ന് അറിഞ്ഞിട്ട് മൈക്കിളാണ് എല്ലാം സെറ്റ് ചെയ്യണം. മൈക്കിൾക്ക് അറിയാം നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെന്ന്. അതുകൊണ്ടാണ് പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ അത് തിരിച്ചൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യേണ്ട വരും. പുള്ളി എവിടെയാണെന്നൊരു പിടിയില്ല. പുള്ളി ഇവിടെ എവിടെയെങ്കിലും കാണും എനിക്കാണ്. ഓക്കെ ഗൈസ്, ഒരു അടിപൊളി റോൾസ് റോയ്സ് ഒക്കെ കിടക്കേണ്ട പുള്ളിയുടെ വണ്ടി ആവാനാണ് സാധ്യത. എന്ന് വെച്ചാൽ പുള്ളി അത്യാവശ്യം ഒരു റിച്ച് ആളാണ്. അപ്പോൾ നമുക്ക് പുള്ളി മിക്കവാറും ഓഫീസിൻ്റെ അകത്തായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് പോയി നോക്കാം. കിടിലം വണ്ടി കിട്ടും, ഒന്നും പറയാനില്ല. അടിപൊളി വണ്ടിയാണ് ഇത് ഫുള്ള്. ഇത് തുറന്ന് നോക്കണ്ട, വെറുതെ അടിയുള്ളൂ.
നമുക്ക് മൈക്കിൾ നമുക്ക് വീട് മേടിച്ചിട്ട് വരാം പോകണം. അപ്പോൾ നമുക്ക് നേരെ പോയി വീടൊക്കെ ഇങ്ങോട്ട് സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ആൾ. ഓക്കെ ഗൈസ്, നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോസിൻ്റെ മുറി. ഇത് പുള്ളിയാണ് നമുക്ക് വീട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സംസാരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ എന്തായാലും സെറ്റാക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഡീലൊക്കെ സംസാരിച്ച് നമ്മുടെ പൈസയൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൈക്കിൾ ഇത് ഇവിടെ കറങ്ങി കിടക്കുന്നുണ്ട്. മിക്കവാറും അവരുടെ ഗാർഡ്സ് അവൻ്റെ തലയടിച്ച് പൊളിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് പോവാം ഗൈസ്. നമുക്ക് ഇപ്പോൾ എന്തായാലും വീടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പൈസയൊക്കെ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. എത്രയോ കോടികൾ രൂപയാണ് കൊടുത്തേക്കണം നമ്മുടെ മൈക്കിൾ. ഇത് അടിപൊളി ഓഫീസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഓഫീസാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാം ഗൈസ്. നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വീണ്ടും ലൊക്കേഷനൊക്കെ ആൾ തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. മൈക്കിളിൻ്റെ പുറകെ തന്നെ ഉണ്ട്. അപ്പോൾ അടിപൊളി റോൾസ് റോയ്സ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കൊരു അടിപൊളി വണ്ടിയൊക്കെ മേടിക്കണം. നമുക്കൊരു പോർഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാം. നമ്മളെന്തായാലും പുതിയ വീട്ടിലോട്ടൊക്കെ പോവുകയാണ്. അതൊക്കെ പ്രത്യേകിച്ച് ഇതെന്ത് പഴയൊരു വണ്ടിയാണല്ലോ. അത് കൊള്ളാം, നല്ല രസമുള്ള വണ്ടിയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ നേരെ നമ്മുടെ പുതിയ വീട്ടിലോട്ട് വേണം. പുതിയ വീട് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ നിന്ന്. നമ്മുടെ പഴയ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, പക്ഷേ ഇത്രയും കൂടി നല്ല വീടാണ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ആ വീട്ടിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ കുറച്ചുണ്ട്, നമുക്കപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ ഓടിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വീട് ഗൈസ്. ഇതൊരു കിടിലൻ മാൻഷൻ തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ഗാർഡിനൊക്കെ വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ വന്ന് നമ്മുടെ വണ്ടികളൊക്കെ അടിച്ചു. പ്രത്യേകിച്ച് വണ്ടികളൊന്നുമില്ല, ആ കൂടി വണ്ടി മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ അല്ല സ്വന്തമായിട്ട്. അപ്പോൾ സ്വന്തമായിട്ട് കുറച്ച് വണ്ടിയെങ്കിലും മേടിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മാൻഷൻ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇട്ടേക്കാം. അപ്പോൾ മൈക്കിൾ നമുക്ക് ജസ്റ്റ് മാൻഷനൊക്കെ ഒന്ന് ചുറ്റിയിടന്ന് കണ്ടേക്കാം. എൻ്റെ മോനെ ഗൈസ്, ഇത് വെറുതെ സെറ്റ് മാൻഷനാണ് കേട്ടോ. ഈ വീട്ടിലെല്ലാം ഉണ്ടല്ലോ, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇവിടെ പ്രൈവറ്റായിട്ടൊരു ടെന്നീസ് കോർട്ട് വരെ ഉണ്ട്. പ്രത്യേകിച്ച് ടെന്നീസ് കളിക്കാൻ ഫ്രാങ്ക്ലിന് അറിയത്തില്ലെങ്കിലും ഇതൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ എന്തായാലും അടിപൊളി വീടൊക്കെ തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ഒരു മോഡ് ഗെയിം പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൺ ദ റോഡ് 10K ആണ്. അപ്പോൾ നമുക്ക് ഈ വീടൊക്കെ ജസ്റ്റ് ചുറ്റിടന്ന് കാണാം ഗൈസ്. ഇവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ നിന്ന് ഈ ഓഫീസ് റൂമിലൊക്കെ കയറാൻ പറ്റും. കയറാം കേട്ടോ, ഇവിടെയൊക്കെ കയറി നോക്കാം. അടിപൊളി. ചെയറിലിരിക്കാനൊന്നും പറ്റത്തില്ല. ഇതൊക്കെ എനിക്കൊണ്ട് ഇതൊക്കെ വെറുതെ ഓണാക്കി വെച്ചൊക്കെയാണ്. പ്രത്യേകിച്ച് ആരും ഉപയോഗിക്കണമെന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത റൂമിൽ പോയി നോക്കാം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. ഇതാരാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങളോട് ഞാൻ ഈ വീട് മേടിച്ചു. ഓക്കെ, വീട്ടിൽ കയറി വന്ന സ്ഥിതിക്ക് തന്നെ രണ്ടുപേരെ തട്ടിയിട്ടുണ്ട് നമ്മൾ. ഈ റൂമിലായാലുണ്ടോ? അതിലുണ്ടോ? ഓക്കെ, ബാത്റൂമാണ്. സോറി ഇത് ബാത്റൂമായിരുന്നു. ഇനി ഇവിടെ ആരോ ഉള്ളത്? ഇത് നമ്മുടെ കുളിമുറിയാണ്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഏതാണ് അവിടുത്തെ? അതെ ഇവിടെ. ഓക്കെ, അവർ രണ്ടുപേരും തീർത്തിട്ടുണ്ട്. ഇവനൊക്കെ അവിടുത്തെ കില്ലായി പോയിട്ടാ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ മഞ്ഞ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇതായിരിക്കും നമ്മുടെ റൂം. വേറെ റൂമുണ്ടോ? ഇതും നമ്മുടെ റൂമാണെന്നോ? ഇവിടെ ആരും ഇതെന്താ നിങ്ങളോട് പ്രത്യേകിച്ച് പറയണം എനിക്ക് പോകാൻ. ഇത് കിടന്ന് തോക്കണം. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യട്ടെ സാറേ, ഒന്ന് സെക്കൻഡ്. എൻ്റെ മോനെ കിടന്ന് തോക്ക്. ഞാൻ തല തെറിച്ച് പോകാമെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. അത് നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ അതേ നമുക്ക് ഇപ്പുറത്തൊക്കെ നോക്കി നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഓക്കെ, അവിടെ പൂളൊക്കെ ഉണ്ട്. പൂളൊക്കെ ഉള്ള ചാത്തൻ പൂളാണ് അവിടെ കിടക്കട്ടെ. നമുക്കിപ്പോൾ രാവിലെ തന്നെ കുളിച്ചാണ്, ഇനിയും കുളിക്കണ്ട. നമുക്ക് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പറയുക, കമൻറ്റ് സെക്ഷനിൽ കൂടി അറിയിക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ ഗറാജ് നോക്കിയില്ലല്ലോ. മൈക്കിൾ എങ്ങനെയുണ്ട് വീട്? മൈക്കിൾ ജസ്റ്റ് ഓടിയിടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇവിടുത്തെ ഹാപ്പിയാണ് കേട്ടോ ഗൈസ്. ഈ വണ്ടിയും കൊള്ളാം. നമുക്ക് കൂടി ഇപ്പോൾ ഒരു വണ്ടിയുള്ളൂ. അപ്പോൾ നമുക്കൊരു വണ്ടിയും കൂടി മേടിക്കണം. അപ്പോൾ നമ്മൾ നാളെ ജനറലിന് എന്തോ കാണാൻ പോകുന്നുണ്ട്. എന്തോ പുതിയ മിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയൊക്കെ പൈസ കിട്ടും. അപ്പോൾ നമുക്ക് പുതിയ വണ്ടികളൊക്കെ മേടിക്കാം ഗൈസ്. ഇതിപ്പോൾ നമ്മുടെ പഴയ മാൻഷൻ വിറ്റ പൈസയും വെച്ച് നമ്മളിത് മേടിച്ചത്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ മാൻഷൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.